വേണ്ടിയിട്ടാണ് ഋതപ്പിന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടിരുന്നത്. അപ്പൊ നമ്മളത് വായിക്കേണ്ട കാര്യമില്ല. ഋതപ്പം വായിച്ചു. 7 വയസ്സായതേ ഉള്ളൂ. കുട്ടിക്ക് ഇതൊന്നും വായിക്കാനും മലയാളം പോലും നേരെ വായിക്കാൻ അറിയില്ല. പഠിച്ചതുകൊണ്ട് കാണണേ ഇംഗ്ലീഷിലാണ് നിന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടത് കേട്ടോ. നീ പോലെ പോക്കാന്ന് പറയാം. എനിക്കിപ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ കഴിയുന്ന സാഹചര്യമല്ലെന്ന് എനിക്കറിയാം. എന്ത് സാഹചര്യമാണ് മകനെ? വളർത്തുമകനോടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഋതപ്പന്റെ സ്വന്തം ചേട്ടനോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ഫാമിലി എങ്ങനെ തകർത്തത് ആരാണ്? സോഷ്യൽ മീഡിയ ആണോ? അത് ഇവരുടെ തന്നെ ചില ചെയ്തികളാണോ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്താണ് കിച്ചു, എന്താണ് രേണു അങ്ങനെ പറയുന്നു, കിച്ചു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണോ ഇവരെ ഇങ്ങനെ ഒരു തലത്തിലേക്ക് നീക്കിയത്? നോക്കൂ, നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന കലാകാരനായിരുന്നു സുധി. അദ്ദേഹത്തിന്റെ 2ാമത്തെയോ 3ാമത്തെയോ ഭാര്യയാണത്രേ നമ്മുടെ രേണു എന്ന് പറയുന്ന ഒരാൾ. അതിനു മുമ്പത്തെ ഭാര്യയിലുണ്ടായ മകനാണ് ആ പറയുന്ന കിച്ചു എന്ന് പറഞ്ഞ ആള്. ഇപ്പോൾ കിച്ചുവിനെ ഒരു കാലഘട്ടം വരെ ഇവരുടെ മകനായിട്ട് തന്നെ കൊണ്ടുവന്നിരുന്ന ഇവർ ഇപ്പൊ പറയുന്നത് എന്റെ വളർത്തുമകനെ എന്തൊരു അപാരമായിട്ടുള്ളൊരു അപരിചിതത്വം ഇവരെ തമ്മിൽ ഉണ്ടാക്കിപ്പെട്ടതുപോലെ. ഈ ഒരു സമയത്തും എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന സംശയം കൂടി എൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഞാൻ ഈ ഒറ്റ വീഡിയോ കൊണ്ട് പറയുന്നില്ല കേട്ടോ, ഇതൂടെ കേട്ടോക്കി. മനസ്സിലുള്ളത് പിന്നെ രാഹുൽ ദാസ്, നിങ്ങൾക്കറിയാലോ, എന്റെ വളർത്തുമകൻ, കൊല്ലം സുധിയുടെ മൂത്തമകൻ. അയാൾ എങ്ങനെയുണ്ട്? എന്റെ വളർത്തുമകൻ, കൊല്ലം സുധിയുടെ മൂത്ത മകൻ. ഇത്ര കാലം കൊല്ലം സുധി ചേട്ടൻ എന്ന് മാത്രം വിളിച്ചിരുന്ന ഇവർക്ക് എത്ര പെട്ടാണ് കൊല്ലം സുധി ചേട്ടൻ വെറും കൊല്ലം സുധിയായിട്ട് മാറിയത്. രാഹുൽ ദാസ്, ഇതുവരെ കിച്ചു എന്നൊക്കെ വിളിച്ചിരുന്ന ആ ഒരു മകനെ രാഹുൽ ദാസ് എന്നാണ് ഇവരിപ്പോൾ അഭിസംബോധന ചെയ്യുന്നത്. എൻ്റെ വളർത്തുമകൻ എന്നാണ് പറയുന്നത്. ഇത്രയും കാലം മകൻ 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 എന്ന് പറയുന്ന ഇവരെ ആരാണ് ഇങ്ങനെ തെറ്റിച്ചത്? ഏത് മാധ്യമങ്ങളാണ്? എന്തിനാണ് നിങ്ങളുടെ കുടുംബത്തിലെ ആ ഒരു സ്നേഹത്തെ നിങ്ങൾ ഇങ്ങനെ ഇല്ലാണ്ടാക്കുന്നത്? എനിക്കത് മനസ്സിലാക്കാത്തത്, എനിക്കത് തീരെ മനസ്സിലാവുന്നില്ല. ഈ ഒരു സമയത്തും അസുഖം വന്ന് ക്യാൻസറാണ്, തല മുഴുവൻ മുണ്ടനം ചെയ്തിട്ടുണ്ട്, ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഈ സമയത്ത് ഇത്തരം അനാവശ്യമായിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, കൺഫ്യൂഷൻസ്, അലച്ചിലുകൾ, ആട്ടലുകളൊക്കെ ഒഴിവാക്കപ്പെടുന്നതല്ലേ രേണുവിന് നല്ലത്? എനിക്ക് ഇവരോട് ഒരു ഇതുമില്ല കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രശ്നം തോന്നിപ്പോകുന്നു. ഇനി ഇവർ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു നോക്കി, ഒരു 2ാമത്തെ ഒരു മകനുണ്ട്, പാവം. ആ പാവം പയ്യന് ജീവനാണത്ര കിച്ചു എന്ന് പറയുന്ന പയ്യന്, ഈ ചെറിയവന് ഭയങ്കര ജീവനാണത്രേ. അവന് വേണ്ടി മംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ പാവം പയ്യനെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിക്കുന്നു. വളരെ ഫൂളിഷ് ഡ്രാമ ഐഡിയസ്. ഒന്ന് കണ്ടോക്കൂ. ബർത്ത്ഡേ ആണ്, ഋതപ്പന് കാണാൻ വേണ്ടിയിട്ടാണ് ഋതപ്പന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടിരുന്നത്. അപ്പൊ നമ്മളത് വായിക്കേണ്ട കാര്യമില്ല. ഋതപ്പം വായിച്ചു. 7 വയസ്സായതേ ഉള്ളൂ. കുട്ടിക്ക് ഇതൊന്നും വായിക്കാനും. തുടക്കത്തിൽ പറയുന്നത് ഋതപ്പന് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ നമ്മളെ വായിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ്. എന്തൊക്കെയായാലും താങ്കളുടെ ഹസ്ബൻഡിന്റെ മകനല്ലേ? എന്തൊക്കെയായാലും താങ്കൾ അത്രയേറെ സ്നേഹിക്കുന്ന, ആ മരിച്ചുപോയ സമയത്തുണ്ടായ ആ ഒരു ഷർട്ട് ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫ്യൂം അടക്കം ഉണ്ടാക്കി വെച്ച താങ്കളുടെ ആ ഒരു പ്രിയപ്പെട്ട, മലയാളികൾക്കൊക്കെ പ്രിയപ്പെട്ട ആ ഒരു മനുഷ്യൻ്റെ ആദ്യ മകനല്ലേ? ആ സ്നേഹം എന്തായാലും ഒരു അമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾ കൊടുക്കേണ്ടതല്ലേ? സോഷ്യൽ മീഡിയ വിട്ടേക്കൂ സുഹൃത്തുക്കളെ. രേണു എന്ന് പറയുന്ന ആൾ, നിങ്ങളത് വിടൂ, സോഷ്യൽ മീഡിയ വിടൂ. സോഷ്യൽ മീഡിയയിൽ നിങ്ങളെങ്ങനെ അലക്കി പൊളിക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങളെ വെച്ചിട്ട് കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഈ അടുത്ത കാലത്ത് ഏതൊരു ചാനലിൽ നിങ്ങൾ വീഡിയോ കൊടുത്തു പോലും കിച്ചുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. കിച്ചുവിനെ മാത്രം ടാർഗറ്റ് ചെയ്തായിരുന്നു ആ ഒരു സ്ത്രീ ചോദ്യങ്ങൾ, ചിത്ര എന്ന് തോന്നുന്നുണ്ട് ആ ഒരു ആങ്കറുടെ പേര്. അവർ ചോദ്യങ്ങൾ മുഴുവൻ ചോദിച്ച് കിച്ചുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. എന്തിനാണത്? ഒരാളിങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇന്ന് അവൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവനൊന്നും ഇടുന്നില്ല. അവൻ്റെ തൊഴിലും അവൻ്റെ ബിസിനസ്സും അവൻ്റെ യൂട്യൂബും അവൻ്റെ സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു സ്ഥലത്തേക്കോ അവന് അവകാശപ്പെട്ടതാണ് ഈ വീട് വേണമെങ്കിൽ പറയാം. അവനും ഈ പയ്യനും അവകാശപ്പെട്ടതാണ്. അങ്ങനെ അവകാശപ്പെട്ട സ്ഥലത്തേക്ക് അവൻ വരുന്നേയില്ല. അങ്ങനെ വരുന്നില്ലെങ്കിൽ അത് അവൻ അവകാശപ്പെട്ടതായിട്ടും അവൻ അവിടേക്ക് വരാൻ തോന്നുന്നില്ല എങ്കിൽ അതിഭീകരമായിട്ടുള്ള എന്തോ ഒരു അകൽച്ച ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാവാം,
നമുക്കെല്ലാം മനസ്സിലാകുന്നതായാം. എന്നാൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒന്നുകൂടിയാവാം. അതെന്താണ്? കേൾക്കൂ. മലയാളം പോലും നേരെ വായിക്കാൻ അറിയില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലാണ് നിന്റെ ചേട്ടൻ പോസ്റ്റ് ഇട്ടത് കേട്ടോ. നീ പോലെ പോകാൻ പറയാം. എനിക്കിപ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ കഴിയുന്ന സാഹചര്യമല്ലെന്ന് എനിക്കറിയാം. എന്ത് സാഹചര്യമാണ് മകനെ? വളർത്തുമകനോടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഋതപ്പന്റെ സ്വന്തം ചേട്ടനോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് സാഹചര്യമാണ്? ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്നൊന്നും ആരും പറഞ്ഞില്ല. കാരണം അത് കൊല്ലം സുധിച്ചേട്ടന്റെ മൂത്ത മകന്റെയും, അതായത് രാഹുലിന്റെയും ഋതുവിന്റെയും സ്വന്തം വീടാണ്. ഇവിടെ ആരും നിങ്ങളെ രാഹുൽ ദാസിനെ വരുത്തിയിട്ടില്ല. ശരിയാണ്, ആരും തടഞ്ഞിട്ടൊന്നുമില്ല. തടഞ്ഞിട്ടില്ലെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരാൾക്ക് വരാൻ തോന്നുന്നില്ല എങ്കിൽ സംതിങ് അബ്സേർഡിറ്റി ഈസ് ഓവർ ദർ, സംതിങ് ഫിഷി. ഞാനൊരു സ്ഥലത്തേക്ക് പോകുന്നു, എന്നെ അവിടെ ആരും തടയുന്നില്ല, എന്നിട്ട് എനിക്ക് അവിടേക്ക് പോകാൻ തോന്നുന്നില്ലെങ്കിൽ അവിടേക്ക് എത്തിയാൽ എനിക്കൊരു പക്ഷെ പക്ക നെഗറ്റീവായിട്ടൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനത്തെ ചില സ്ഥലങ്ങളുണ്ടായിരിക്കും. അവിടേക്ക് പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ആരും എന്നെ തടയുന്നില്ല. പക്ഷെ അവിടേക്ക് നമുക്ക് പോകാൻ തോന്നില്ല. പോകാൻ തോന്നാതിരിക്കാനുള്ള അനിഷ്ടങ്ങളോ അനിഷ്ട കാഴ്ചകളോ അനിഷ്ട സംഭവങ്ങളോ അനിഷ്ട നോട്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായിരിക്കാം, അല്ലേ? അതുകൊണ്ടല്ല അവിടേക്ക് പോവാതിരിക്കുക. എന്തായാലും കേൾക്കൂ. സാഹചര്യമാണുള്ളത്. ഇത് കൊച്ചു വായിക്കാൻ വേണ്ടി ഇട്ടതാ കേട്ടോ, അല്ലാതെ വേറൊന്നിനും എന്നെ സൈബർ ബുള്ളിങ്ങിന് കൊടുത്തതല്ല. ഇപ്പൊ എല്ലാരും ഇട്ട് അലക്കുന്നുണ്ട് അത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അത് വലിയ വിവാദമാക്കി ആൾക്കാർ. ഞാൻ അവനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്ത, ഞാൻ രാഹുലിനെ കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്ത. അപ്പൊ ഇത് എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടതല്ല കേട്ടോ, ഇത് കൊച്ചു വായിക്കാൻ വേണ്ടിട്ട്, 7 വയസ്സുള്ള കുട്ടി വായിക്കാൻ വേണ്ടി ഇട്ടതാ. കിച്ചു ഇതും അവനെ ഒരു കൊള്ളിച്ചുകൊണ്ടുള്ള വർത്തമാനമാണ്, എല്ലാവർക്കും മനസ്സിലാവും. സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു എന്നല്ല സുഹൃത്തെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആള് പക്ഷേ നിങ്ങളൊരു ഭയങ്കര നിഷ്കളങ്കയായിട്ടുള്ള സ്ത്രീയാണ്. രേണു ഭയങ്കര നിഷ്കളങ്കയായിട്ടുള്ള സ്ത്രീയാണ്. എന്ത് ചോദിച്ചാലും ഉത്തരം പറയും, അതാ രസം. എല്ലാം ഉത്തരം പറയാനുള്ള ചോദ്യങ്ങളല്ല. എല്ലാ ചോദ്യത്തിനും നമ്മൾ ഒരിക്കലും ഉത്തരം പറയുകയും വേണ്ട. ചിലതൊക്കെ നമുക്ക് എന്താ പറയുക, പൊളിറ്റിക്കലി, ചിലതിന് ഉത്തരം പറയാതെ ടാക്ടിക്സോട് കൂടിയിട്ട് നിൽക്കാൻ കഴിയണം. അത് രേണുവിന് സാധിക്കുന്നില്ല. കാരണം അവർ അത്രയും നിഷ്കളങ്കമായിട്ടാണ് അവർ ചോദ്യങ്ങളോട് പ്രതികരിക്കുക. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വെട്ടി തുറന്നുകൊണ്ട് പറയും. അത് വലിയ പ്രോബ്ലമാണ്. ഇനിയെങ്കിലും ഒരല്പം ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ ഉത്തരം പറയാൻ ഇവർ ശ്രമിക്കണമെന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് അവരെ ചേച്ചിയോ കുടുംബക്കാരെങ്കിലൊക്കെ രേണുവിനോട് പറഞ്ഞു കൊടുക്കണം. എല്ലാ ചോദ്യവും ആൻസറബിൾ ആവേണ്ട ആവശ്യം നമുക്കില്ല. സമൂഹം ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നമ്മൾ ഉത്തരം പറയേണ്ട ഒരാവശ്യമില്ല. പക്ഷെ അതിനെല്ലാം ഉത്തരം പറയുന്നത് ഒന്നെങ്കിൽ കിച്ചുവിനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് താങ്കളെ തന്നെ ബാധിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ഒരു സമയത്ത്? എപ്പം വേണേലും ഇവിടെ റൂമുണ്ട്, വീടുണ്ട്, കിച്ചുവിന്റെ മുഴുവൻ വീടുണ്ട്. കിച്ചുവിന് ഋതുവിന് അവകാശപ്പെട്ട വീടാണ്. ഞാൻ എന്നെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ട് വരണ്ടെന്നോ എന്റെ കൊച്ചിനോട് മിണ്ടണ്ടെന്നോ ഒന്നും? ഞാൻ നിന്റെ അനിയനാണെങ്കിൽ നിനക്ക് വരാമല്ലോ, നിനക്ക് കാണാറുണ്ടല്ലോ, നിനക്ക് വീഡിയോ കോൾ ചെയ്യാമല്ലോ. ഈ പോസ്റ്റ് ഇട്ടത് എന്നെ സൈബർ ആക്രമണത്തിന് ഇട്ട് കൊടുക്കാനല്ലായിരുന്നു, അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഋതുവിനോടും പറഞ്ഞിട്ടില്ല, അത് നിന്റെ ചേട്ടനല്ലെന്നും പറഞ്ഞിട്ടില്ല, അത് നിന്റെ അച്ഛന്റെ വീട്ടുകാരല്ലെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷെ അതൊരു സൈബർ ആക്രമണം തന്നെയാവാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാവാൻ സാധ്യതയുണ്ട്. കാരണം അത്രയേറെ സൈബർ ആക്രമണം ഇതിന് തൊട്ടു മുമ്പ് ഏതൊരു മെയിൻ സ്ട്രീമോ ഏതൊരു ചാനലിൽ രേണു കൊടുത്ത ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് കിച്ചു അതിഭീകരമായിട്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതിഭീകരമായിട്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ താങ്കൾ പറയുന്ന എല്ലാ ഡയലോഗുകളും അവനെതിരെയാണ്. എത്രയായാലും മകനല്ലേ, എത്രയായാലും പ്രിയപ്പെട്ട ആ ഒരു മനുഷ്യന്റെ ചോരയല്ലേ. അവര് രാവിലെ അതാണ്ട് കൊച്ചിനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അതുപോലെ കിച്ചുവിനും ചെയ്യാറുണ്ടല്ലോ. കിച്ചു ഈ പോസ്റ്റ് ഇട്ട് എനിക്കിട്ട് സൈബർ ബുള്ളിങ് തരാനാണെന്ന് എനിക്കറിയാം, എനിക്കതൊന്നും വിഷയമല്ല. ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്റെ ഋതപ്പന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇതാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തന്നെ ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഋതപ്പനെ കൊണ്ടുവന്നിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്, അവന് കൈ കൊടുക്കുന്നുണ്ട്. ചുംബനം മകനാണ്. എന്തായാലും ഇവിടെ വീണ്ടും അടുത്തൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായത്, രീതിയിൽ നിൽക്കും. പിന്നെ എനിക്ക് പ്രഡിക്ഷൻ ലിസ്റ്റ് എനിക്ക് അങ്ങനെ അറിയില്ല, ജാസിയുടെ കാര്യം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ രാഹുൽ ദാസ്, നിങ്ങൾക്കറിയാലോ, എൻ്റെ വളർത്തുമകൻ, കൊല്ലം സുധിയുടെ മൂത്തമകൻ. അയാളുണ്ടെങ്കിലും നല്ലതായിരിക്കും. കിച്ചു, നിങ്ങൾ കിച്ചു എന്ന് വിളിച്ചോളൂ. ഓക്കെ.
അപ്പൊ രാഹുൽ കിച്ചു ഉണ്ടെന്നാണോ കിച്ചുണ്ടെന്ന് എനിക്ക് എന്റെ ഒരു നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാലോ. ഓക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കിച്ചു ഉണ്ടാവും എന്നാണ് ഞാൻ കണ്ടിട്ടുണ്ട് 1-2 പ്രഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ അപ്പൊ കിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട്, കാരണം ജാസി എന്റെ ഫ്രണ്ടാണ്, നല്ലൊരു ഗെയിമർ ആയിട്ട്. അല്ലേ എത്ര പെട്ടെന്നാണ് ആ ഒരാളെ കിച്ചു, രാഹുൽ ദാസ്, നിങ്ങൾക്കറിയാലോ കൊല്ലം സുധിയുടെ മൂത്ത മകൻ എന്നൊക്കെ. എനിക്ക് തോന്നിപ്പോയതേ ഇവരെ ജീവിതത്തിലേക്ക് സോഷ്യൽ മീഡിയ ഒരു മോശമായ രീതിയിൽ ഇവരെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വളരെ മോശമായ രീതിയിൽ ഇവരുടെ സബ്സ്ക്രിപ്ഷൻ പരിപാടികളെല്ലാം ആസ് എ മകൻ, ഒരു നോർമൽ കിഡ്, അവനത് വളരെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ ഇങ്ങനെ ഒരുപക്ഷെ ക്ലീവേജ് കാണിക്കുന്നത്, നേവൽ കാണിക്കുന്നത് ഒരുപക്ഷെ അവന് അനിഷ്ടമുണ്ടാക്കിയിരിക്കാം. കാരണം എടാ നിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവൻ തുറന്നു പറഞ്ഞിരിക്കാം അതെൻ്റെ അമ്മയൊന്നുമല്ല, എൻ്റെ അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കാം. അല്ലേ, സാധ്യതകളൊക്കെ ഏറെയാണ്. എന്തൊക്കെയായാലും ഇനി എന്താണ് രേണു ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആ ഒരു കിച്ചുവിനെ പറ്റി മിണ്ടരുത്. ഒപ്പം തന്നെ മക്കളെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ. അതൊക്കെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് പറയാം, നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ച് പറയാം, നിങ്ങളുടെ മോഹങ്ങളെക്കുറിച്ചോ ഒക്കെ പറയാം. മറ്റത് അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ആക്രമിക്കും, അവനെ ആക്രമിക്കും. ഈ ഒരു സമയത്ത് സമാധാനമാണല്ലോ എന്തൊക്കെയായാലും വേണ്ടത്. എന്തൊക്കെ കിട്ടിയാലും മനസ്സമാധാനം എന്ന് പറയുന്ന പരിപാടിയാണ് ആദ്യം വേണ്ടത്. അതില്ലെങ്കിൽ പോയില്ലേ സുഹൃത്തെ, അല്ലേ സുഹൃത്തുക്കളെ? ബൈ.